ഹായ് എവ്രിവൺ, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാവിയെക്കുറിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ അത്തരം ഒത്തിരി സെൻറ്റൻസസ് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ ചിലപ്പോൾ പറയും, എടാ ഞാൻ നാളെ നിന്നെ സഹായിക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് സഹായിക്കാൻ പറ്റില്ല, നാളെ നിന്നെ ഞാൻ സഹായിക്കാം. ഓക്കെ, I'll help you tomorrow. Okay, I'll help you tomorrow. നാളെ ഞാൻ നിന്നെ സഹായിക്കാം. അടുത്ത നിമിഷം തുടങ്ങി നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് സംസാരിക്കുക. ഓക്കെ, അടുത്ത നിമിഷം തുടങ്ങി നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുക ഭാവി കാലത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അടുത്ത നിമിഷമായിരിക്കാം, നാളെ ആയിരിക്കാം, അടുത്ത മണിക്കൂറിലായിരിക്കാം, അടുത്ത മാസമായിരിക്കാം, വർഷമായിരിക്കാം, പെട്ടെന്ന് തന്നെ എന്നൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, അതിനൊരൊറ്റ വാക്ക് പഠിച്ചാൽ മതി. ഏതാണെന്നറിയൂ? വിൽ എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, വിൽ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ പ്രൊനൗൺ. ഓക്കെ, 7 പേഴ്സണൽ പ്രൊനൗണിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ആ പേഴ്സണൽ പ്രൊനൗൺ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ പരിചയപ്പെടുന്നതാണ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഷോർട്ടാക്കിയിട്ട് പറയും ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇതിൻ്റെ കൂടെ ഒരു വില്ലും അതിനുശേഷം ഒരു ക്രിയയും ചേർത്ത് വെച്ചാൽ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ അവിടെ പോവാം. ഓക്കെ, ഐ വിൽ ഗോ ദർ ടുമാറോ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഐ പേഴ്സണൽ പ്രൊനൗൺ, ശേഷം നമ്മൾ വില്ല് ചേർത്ത് വെച്ചു, പിന്നെ പോവുക. ഓക്കെ, പോവുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് വാക്ക്? ഗോ എന്ന് പറയുന്ന വാക്ക് കൂടെ നമ്മളവിടെ ചേർത്ത് വെച്ചു. ഐ വിൽ ഗോ ദർ ടുമാറോ. നാളെ ഞാൻ അവിടെ പോകാം. ഓക്കെ, ടുമാറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നാളെ എന്താണ് അർത്ഥം. ഓക്കെ, ഐ വിൽ ഗോ ദർ ടുമാറോ. ഓക്കെ, ഞാനത് കഴിച്ചുകൊണ്ട് എങ്ങനെയാ പറയാ? ഐ വിൽ ഹാവ് ഇറ്റ്. ഓക്കെ, ഐ വിൽ ഹാവ് ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഐ വിൽ ഈറ്റ് ഇറ്റ് എന്നാലും പറയാം. ഓക്കെ, ഞാനത് കഴിച്ചുകൊണ്ട് എന്ന് പറയണം. ഓക്കെ, ഐ വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്ന് പറയുന്ന അർത്ഥം കൂടി ഉണ്ട്. ഐ വിൽ ഹാവ് ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ നാളെ നിന്നോട് അത് സംസാരിക്കാം. ഐ വിൽ സ്പീക്ക് ടു യു ടുമാറോ. ഐ വിൽ സ്പീക്ക് ടു യു ടുമാറോ. ഓക്കെ, ഐ വിൽ പ്ലസ് സ്പീക്ക്, സംസാരിക്കുക, സംസാരം എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് എന്ത്? സ്പീക്ക്. ഓക്കെ, ഐ വിൽ സ്പീക്ക് ടു യു ടുമാറോ. ഓക്കെ, നാളെ ഞാൻ നിന്നോട് സംസാരിക്കാം. ഐ വിൽ സ്പീക്ക് ടു യു ടുമാറോ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി വിചാരിക്കുന്നു. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് പ്ലസ് വിൽ പ്ലസ് നമ്മളൊരു ആക്ഷൻ വേർഡ് കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് വളരെ സിമ്പിളായി. ഇതിനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 7 പേഴ്സണൽ പ്രൊനൗണും വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അതോടുകൂടെ ഫ്യൂച്ചർ ടെൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഐ വിൽ ഗോ ദർ ടുമാറോ. ഞാൻ നാളെ അവിടെ പോകും. നീ വെള്ളിയാഴ്ച അവിടെ പോകും. യു വിൽ ഗോ ദർ ഓൺ ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ ടുമാറോയ്ക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഓൺ ഫ്രൈഡേ എന്ന് ഉപയോഗിച്ചു. ഓക്കെ, യു വിൽ ഗോ ദർ ഓൺ ഫ്രൈഡേ. നമ്മൾ അടുത്ത ആഴ്ച അവിടെ പോകും. അടുത്ത ആഴ്ച. ഓക്കെ, നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പറയാ? വിൽ ഗോ ദർ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, വി വിൽ ഗോ ദർ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നും കൂടെ പറഞ്ഞു, വി വിൽ ഗോ ദർ നെക്സ്റ്റ് വീക്ക്. അവര് അവിടെ അടുത്ത മാസം പോകും. ഓക്കെ, അവരവിടെ അടുത്ത മാസം പോകും. അപ്പം നാളെ കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു, ആഴ്ച കഴിഞ്ഞു, ഇനി നമ്മൾ മാസത്തിൻ്റെ കാര്യം പറയാണ്. അവരവിടെ അടുത്ത മാസം പോകും. എങ്ങനെയാ പറയാ? They will go there next month. Okay, they will go there next month. Okay, അപ്പോൾ മനസ്സിലായില്ലേ? They plus will എന്ന് പറയുന്ന ഹെൽപ്പിംഗ് verb plus ഒരു ആക്ഷൻ വേർഡ്, എന്നിട്ട് നമ്മൾ പറയാണ് അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. സോ they will go there next month. Okay, they will go there next month. അവൻ അടുത്ത വർഷം അവൻ അവിടെ പോകുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഓൾറെഡി പറഞ്ഞു, യു വെച്ച് പറഞ്ഞു, വി വെച്ച് പറഞ്ഞു, ദേ വെച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഹി വെച്ചിട്ട് പറയാണ്. അപ്പോൾ പറയാണ് അവൻ അവിടെ അടുത്ത വർഷം പോകും. He'll go there next year. He will go there next year. Okay, he will go there അവിടെ next year അടുത്ത വർഷം പോവും. He will go there next year. അവൾ പിന്നീട് അവിടെ പോകും. ഓക്കെ, അപ്പോൾ അടുത്ത മാസവും വർഷവും അങ്ങനെയൊന്നുമല്ല, അവൾ പിന്നീട് അവിടെ പൊക്കോളും എന്ന് പറയാം. എങ്ങനെ പറയാം? She'll go there later. Okay, she'll go there later. She will go there later. Later എന്ന് പറയുന്ന വാക്കാണ് പിന്നീട് എന്നുള്ളതിനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഷീ വിൽ ഗോ ദർ ലേറ്റർ. ഇനി നമ്മൾ പറയാണ്
അത് പെട്ടെന്ന് തന്നെ അവിടെ പോകും. ഇപ്പം നമുക്കറിയാം ഐയും യുവും വിയും ദയും ഹിയും ഷിയും ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി സെൻറ്റൻസസ് മേക്ക് ചെയ്തു. ഇനി നമുക്കുള്ളത് ഇറ്റാണ്. അത് അവിടെ പെട്ടെന്ന് തന്നെ പോകും. ഇറ്റ് വിൽ ഗോ ദർ സൂൺ. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണെന്ത്? സൂൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഇറ്റ് വിൽ ഗോ ദർ സൂൺ. ഓക്കെ, ഇറ്റ് വിൽ ഗോ ദർ സൂൺ. അപ്പോൾ നമ്മൾ ഐ യു വി ദേ ഹി ഷി ഇറ്റ് വെച്ചിട്ട് 7 പേഴ്സണൽ പ്രൊനൗണിൻ്റെ കൂടെ വിൽ ഉപയോഗിച്ചു. പ്ലസ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ആക്ഷൻ വേർഡ് ഉപയോഗിച്ചു. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചപ്പോൾ ഡൂവും ഡസ് ഉപയോഗിച്ചു. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിച്ചു. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ് വിൽ. ഓക്കെ, അപ്പോൾ ഐ യു വി ദേ ഹി ഷി ഇറ്റിൻ്റെ കൂടെ വിൽ ഉപയോഗിക്കുക, ആക്ഷൻ വേർഡ് ഉപയോഗിക്കുക. സെൻറ്റൻസ് വളരെ സിമ്പിളായിട്ട് അവസാനിക്കും. ഇനി നമുക്കിതിനെ ഷോർട്ടാക്കി പറയാം. ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ വിൽ എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐൽ എന്ന് പറയാം. ഓക്കെ, ഐൽ ഗോ ദർ ടുമോറോ. അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്, രസമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയാം ഐൽ ഗോ ദർ ടുമോറോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ നാളെ നിന്നോട് സംസാരിക്കാം. ഓക്കെ, ഐൽ സ്പീക്ക് ടു യു ടുമോറോ. ഐൽ സ്പീക്ക് ടു യു. ഓക്കെ, ഐ വില്ലിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറഞ്ഞത്? ഐൽ സ്പീക്ക് ടു യു ടുമോറോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഇനി നീ നാളെ അവനോട് സംസാരിക്കും. എങ്ങനെ പറയാം? യു വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ. അതിനെ സിമ്പിളാക്കിയിട്ട് എങ്ങനെ പറയാം? യു സ്പീക്ക് ടു ഹിം ടുമോറോ. ഓക്കെ, അപ്പോൾ യു വിൽ എന്നുള്ളത് എങ്ങനെയാവും? യുൽ എന്നാവും. ഓക്കെ, വി വിൽ എന്നുള്ളത് എങ്ങനെയാവും? വിൽ എന്നാവും. ദേ വിൽ എന്നുള്ളത് എങ്ങനെയാവും? ദേൽ എന്നാവും. ഹി വിൽ എന്നുള്ളതാവും ഹിൽ എന്നാവും. ഷീ വിൽ എന്നുള്ളത് എങ്ങനെയാവും? ഷീൽ എന്നാവും. ഇറ്റ് വിൽ എന്നുള്ളത് എങ്ങനെയാവും? ഇറ്റിൽ എന്നാവും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത്രയും ഷോർട്ടാക്കിയിട്ട് നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ലാംഗ്വേജ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ടാസ്ക് തരാണ്. ഐ യു വി ദേ ഹി ഷീറ്റ് ഉപയോഗിച്ച് വിൽ ഉപയോഗിച്ച് ശേഷം ഒരു ആക്ഷൻ വേർഡ് കൂടെ ചേർത്ത് 7 സെൻറ്റൻസസ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linton.